നിങ്ങൾ ഇനി ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തെളിയിച്ചിരിക്കും. മൈൻഡ് ഇറ്റ്. ഇനി ഇവരെ ഈ മേശയുടെ കാലി പിടിച്ചു കെട്ടാം. 4 കോൺസ്റ്റബിളിനെ വിളിച്ച് ചുറ്റും നിർത്തി ഇടിക്കാം. എന്നാലേ ഇവര് കുറ്റം സമ്മതിക്കൂ. മാഡം, ഫോൺ. ശരി. ഹലോ. മനസ്സിലായില്ലേ? ഞാന് അനന്തപിള്ളയാണ്. മനസ്സിലായി. ഇത് പോലീസ് ക്ലബ് അല്ലേ? എന്താ ആനന്ദപിള്ളേ? അവര് വല്ലതും പറഞ്ഞായിരുന്നോ? നാളെ ചോദ്യം ചെയ്യുന്നൊരു അറിവ് കിട്ടി. എനിക്കും അങ്ങനെ ഒരു അറിവ് കിട്ടി. അവര് ചോദ്യം ചെയ്യുമ്പോ സ്വീകരിക്കേണ്ട ചില നയങ്ങൾ ഞാൻ അംബികയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു തരാം. അല്ല, എന്നോട് ദീപക് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അനന്തപിള്ള കൂടി ഒന്ന് പറയ്, ഞാനെന്താ വേണ്ടേ? ചോദ്യം ചെയ്യലിനോട് സഹകരിക്കരുത്. ശരി. ഒരു വനിതാ ഓഫീസറും മറ്റൊരു ഓഫീസറും കൂടിയായിരിക്കും അംബികയെ ചോദ്യം ചെയ്യുന്നത്. ഓക്കെ. എന്ത് ചോദ്യത്തിനും തറുതല പറയണം. മാക്സിമം ആ ഓഫീസറെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യണം. യെസ്. അംബികയോട് മാക്സിമം അവർക്ക് വൈരാഗ്യം തോന്നുന്ന രീതിയിൽ അങ്ങ് പെരുമാറണം. എന്നാലേ ക്ഷമകെട്ട് അവർ ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കും. മലയാള നാട് വിഴുങ്ങാനായി ഇവന്മാരുടെ പരിപാടി തോന്നുന്നു. ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. പ്രിയ പറഞ്ഞതുപോലെ ഒരു പോത്തുകാളനും മരമണ്ടനുമായി യുവമാരുടെ കൂടെ നിൽക്കാം. എന്നാലേ ഏതെങ്കിലും ഒരുത്തന്റെ പിയാകാൻ പറ്റൂ. അങ്ങളെ, ചോദ്യം ചെയ്യൽ കഴിയുമ്പോ എന്താ സംഭവിക്കാം? എന്ത് സംഭവിക്കാൻ? അംബിക മന്ദം മന്ദം നടന്ന് അങ്ങ് അന്തപുരത്തിലേക്ക് കയറും, ജയിലിലേക്ക്. ഉടൻ വരുന്ന ഇലക്ഷനിൽ മിസ്റ്റർ ദീപക് പാർട്ടി സ്ഥാനാർത്ഥിയാവും. അപ്പോ ഞാൻ ജയിക്കും അങ്ങളെ? നിന്നെ ജയിപ്പിക്കുകയും ചെയ്യും, മന്ത്രിയുമാക്കും. അത് മതി. നീ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോ നിന്റെ അമ്മ പതുക്കെ ജയിലിൽ നിന്ന് ഇറങ്ങും. നീ ഒരു നേതാവായി സംസ്ഥാനം ഭരിക്കുമ്പോ നിന്റെ അമ്മ കുടുംബിനിയായി വീട് ഭരിക്കും. അത് പോരെ മോനെ? ധാരാളം അങ്ങളെ. എന്റെ പൊന്നു മോനെ ഞാനൊരു നിലയിലാക്കും. ആ മകളെയും കൂടി ഇങ്ങ് കെട്ടിച്ചു തന്നാൽ അവളെയും ഞാനൊരു നിലയിലാക്കും. 2 മുതലകളും കൂടി കാര്യമായിട്ട് എന്തോ വിഴുങ്ങാനുള്ള പദ്ധതിയിലാണല്ലോ. ശരി അങ്ങളെ. എന്നാൽ എന്തായിരിക്കും? ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ? ഉത്തരത്തിലൊരു പല്ലി. പല്ലിയോ? ആ, പല്ലി കിക്കിലി കിക്കിലി കിലിക്ക് ഉത്തരത്തിൽ ചത്തിരിക്കും. താനെന്തിനോട് അങ്ങോട്ട് എത്തി വിളിച്ച് നോക്കിയേ? ഞാനൊന്നും കേട്ടില്ല. ഇത് പിടിച്ചോ, ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ഓ, താങ്ക് യു സാർ. ദൈവമേ, 2000 രൂപ. നിങ്ങളെന്തിനാ ചോദ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്? ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും അതിന് വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതും ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതിന് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നേ? നിങ്ങൾ ചെയ്തതാണോ ചെയ്തതല്ലയോ എന്ന് ചോദ്യം ചെയ്യലിലൂടെ ഞങ്ങൾക്ക് വ്യക്തമാകും. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ
ഈ IPS-നേക്കാളും വലുതാ എന്റെ ഈ പദവി. ഞാൻ മിനിസ്റ്ററാ. അതിന് നിങ്ങളിപ്പോ മിനിസ്റ്റർ അല്ലല്ലോ, നിങ്ങളൊരു പ്രതിയല്ലേ? ഞാനേ ഒരു പ്രതിയുമല്ല, ഒരു കുറ്റവും ചെയ്തിട്ടുമില്ല. ഞങ്ങളോട് മാക്സിമം സഹകരിച്ച നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ കുഴപ്പം നിങ്ങൾക്ക് തന്നെയാ. മന്ത്രിയായ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഹാൻഡ്ലിംഗ് നടന്നത്? എന്റെ ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? കേട്ടു. മറുപടി പറയാനേ എനിക്ക് തൽക്കാലം സൗകര്യമില്ല. ഇവരോട് താനി പോലീസ് മുറ വേണ്ടി വരും. ഗത്യന്തരം ഇല്ലെങ്കിൽ ആ വഴി സ്വീകരിക്കേണ്ടി വരും. എക്സാം കമ്മിറ്റിയുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ടോ? നിങ്ങളുടെ ഫോൺ പരിശോധിച്ചപ്പോ എക്സാം ബോർഡ് ചെയർമാനുമായിട്ട് നിങ്ങൾ പലതവണ സംസാരിച്ചതായിട്ട് കാണുന്നു. കോൾ ഹിസ്റ്ററി ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്റെ ഫോണിൽ നിന്ന് ഞാൻ പലരെയും വിളിക്കും. അതിന് നിങ്ങൾക്കൊക്കെ എന്താ? അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താനാണോ? പ്രിന്റിംഗ് പ്രോസസ്സിലൊക്കെ കയറി നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ ഒരിടത്തും ഇടപെട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതിന്റെ തലേ ദിവസം നിങ്ങൾ ആരെ കണ്ടത്? ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഓഫീസിൽ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്കാ പോയേ. 98453722 ഇത് ആരുടെ നമ്പരാ? എനിക്കറിയില്ല. എന്നാ ഞങ്ങൾക്കറിയാം. പ്രിന്റിംഗ് പ്രോസസ്സിലെ ഷാജി രാമചന്ദ്രന്റെ നമ്പറാണിത്. ഈ നമ്പറിൽ അന്നേ ദിവസം നിങ്ങൾ 8 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷേ ഇതൊക്കെ തെളിയിക്കാൻ ഞങ്ങൾക്കറിയാം. ഈ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോയതാ. നിങ്ങളുടെ അറിവോടെ അല്ലാതെ ഇതെങ്ങനെ പുറത്തു പോവും? എനിക്കറിയില്ല. പ്രിന്റിംഗ് പ്രോസസ്സിലുള്ള CCTV ഫുട്ടേജ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്. ഇയാളെ നിങ്ങൾക്കറിയോ? എനിക്ക് ഇയാളൊന്നും അറിയത്തില്ല. Stop it! ഇയാളുടെ ഫോണിലേക്ക് നിങ്ങളുടെ കോള് പല പ്രാവശ്യം പോയിട്ടുണ്ട്, തിരിച്ചും. നിങ്ങൾ ഇനി ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തെളിയിച്ചിരിക്കും. മൈൻഡ് ഇറ്റ്. ഇനി ഇവരെ ഈ മേശയുടെ കാലി പിടിച്ചു കെട്ടാം. 4 കോൺസ്റ്റബിളിനെ വിളിച്ച് ചുറ്റും നിർത്തി ഇടിക്കാം. എന്നാലേ ഇവര് കുറ്റം സമ്മതിക്കൂ. നിങ്ങളൊരു പഠിച്ച കള്ളിയാ. ഇതൊക്കെ അഭ്യാസങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. തല്ല് മേടിച്ചാലേ സത്യം പറയുള്ളെങ്കിൽ അങ്ങനെ ആവട്ടെ.